JS മാത്സ് കോർണറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റായ നമ്പർ വേൾഡ്. അതിൻ്റെ രണ്ടാം ഭാഗമാണിത്. ഇതിൽ നമ്മൾ പേജ് 11, 12 പ്രോബ്ലംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ പേജ് 11 മെനി ഫോംസ് എന്നും പറഞ്ഞുകൊണ്ട് മെനി ഫോംസ് ഓഫ് 10,000 എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഉണ്ട്. അപ്പോൾ അതിലെ പ്രോബ്ലംസ് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് 10,000-ൻ്റെ മെനി ഫോംസ്, പല രീതിയിൽ എങ്ങനെ 10,000-നെ എഴുതാം എന്നാണ് അവിടെ തന്നേക്കുന്നത്. അതായത് ഇവിടെ എഴുതിയേക്കുന്ന 10,000 ഇറ്റ് ഈസ് 10,000 വൺസ്, ദെൻ 100 ഹൺഡ്രഡ്സ്, 1000 ടെൻസ്, 10 തൗസൻഡ്സ്, 1 10,000s. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിനെ എഴുതാൻ പറ്റും. അപ്പോൾ ഇതിനെ പെട്ടെന്ന് എഴുതാനായിട്ട്, ഒരു എളുപ്പം എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ 10,000-ൻ്റെ പ്ലേസ് വാല്യൂ ടേബിളാണ് ടീച്ചർ ഇവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെ നമുക്ക് എഴുതാം. അതായത് നമ്മളോട് ചോദിക്കുകയാണ് 10,000 വന്നിട്ട് ഹൗ മെനി വൺസ്, ദെൻ ഹൗ മെനി ടെൻസ്. പെട്ടെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഈ പ്ലേസ് വാല്യൂ ഉപയോഗിച്ച് അതിനെ പെട്ടെന്ന് പറയാൻ പറ്റും. അതായത് നമ്മളിവിടെ ഈ വൺസിൻ്റെ മുകളിലായിട്ട് ടീച്ചർ ഇപ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് വരെ ഇങ്ങനെ ചുമ്മാ കൊടുത്തതാണ്, ഇങ്ങനെ കൊടുത്തു. അപ്പോൾ നോക്കിയാൽ നമുക്കിപ്പോൾ നമ്മളോട് ചോദിക്കണം ഹൗ മെനി വൺസ് എന്ന് ചോദിക്കുന്നത് മുഴുവനും നമ്മൾ എഴുതണം 10,000 വൺസ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് എത്ര ടെൻസ് ഉണ്ട്. സോ നമ്മൾ ടെൻസ് കഴിഞ്ഞിട്ടുള്ള ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കുക. അപ്പം ഇത്രയും വരെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയാൽ എത്ര ടെൻസ് ഉണ്ട്. ഇറ്റ് ഈസ് 1000 ടെൻസ്. ടെൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നോക്കേണ്ട കാര്യമില്ല, എത്ര ടെൻസ് ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ഇറ്റ് ഈസ് 1000 ടെൻസ്. 1000 ടെൻസ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ എത്ര 100 എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ 100 കഴിഞ്ഞിട്ട് ആ പോർഷനിൽ ജസ്റ്റ് നമ്മളിങ്ങനെ നോക്കുക. അപ്പോൾ നോക്കിയാൽ എത്ര 100 എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് കിട്ടും. 100. ഓക്കെ, ഇനി എത്ര 1000 എന്ന് ചോദിക്കുക. അപ്പോൾ നമ്മൾ 1000 കഴിഞ്ഞിട്ടാണ് വരയിട്ട് കൊടുക്കുന്നത്. 1000 കഴിഞ്ഞ് വരയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും 10,000. ഇതിനെ നമ്മൾ 10,000s എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ നമ്മളിവിടെ വരയിട്ട് കൊടുത്തു. ഓക്കെ, ഹൗ മെനി 10,000s? 1 10,000s. അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ എളുപ്പമായിരിക്കും. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ ഇച്ചിരിയും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതേ രീതിയിലുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. 1 lakh ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം അതിൽ അവർ ഡാഷ് ഇട്ട് തന്നിട്ടേ ഉള്ളൂ, നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നോക്കുക, 1 lakh ആണ്. സോ നമ്മുടെ പ്ലേസ് വാല്യൂ ടേബിളിൽ ലാക്കിൽ എഴുതുക. 1s, 10s, 100, 1000, 10,000, lakh. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇവിടെ നോക്കിക്കുക, നമ്മളോട് വൺസ്, നമ്മൾ വൺസിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വൺസ് ആണ് ചോദിച്ചേക്കുന്നത്. സോ നമ്മൾ വൺസിന് മുമ്പായിട്ട് ഒരു വരയിട്ട് കൊടുത്തു. അപ്പോൾ നോക്കിയാൽ ഹൗ മെനി വൺസ്? ഇറ്റ് ഈസ് 1 lakh വൺസ്. അപ്പോൾ നമ്മുടെ ഈ വൺസ് എന്നുള്ള സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? അവിടെ 1 lakh വൺസ് എന്ന് കൊടുക്കാം. ഇവിടെ വരുന്നതാണ് 1 lakh വൺസ്. ഇനി അടുത്ത ചോദ്യം എന്താ അവിടെ തന്നേക്കുന്നത്? ഹൗ മെനി ടെൻസ്? എത്ര ടെൻസ് ആണ്? നമുക്ക് വൺസ്, ടെൻസ് അങ്ങനെ ആ ഓർഡറിൽ പോകാം. ഹൗ മെനി ടെൻസ്? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞേ? ഈ ടെൻസ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു വരയിട്ട് കൊടുക്കുക. അപ്പോൾ നോക്കിയേ, നമ്മളിവിടം വരെയുള്ള നോക്കാവുള്ളൂ. അപ്പോൾ എത്ര വരുന്നുണ്ട്? ഇറ്റ് ഈസ് 10,000 ടെൻസ്. ഹൗ മെനി ടെൻസ്? ഇറ്റ് ഈസ് 10,000 ടെൻസ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? 10,000 ടെൻസ്. 10,000 ടെൻസ് ആണ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താ? എത്ര 100 ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് 100 കഴിഞ്ഞിട്ട് ഒരു വര കൊടുക്കുക. അപ്പോൾ നോക്കിയാൽ എത്ര 100 വരുന്നത്? ഇറ്റ് ഈസ് 1100. 1100 ആണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അവിടെ ഡാഷ് 100 എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് എന്തെഴുതിയാൽ മതി? 1000 ഹൺഡ്രഡ്സ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താ? തൗസൻഡ്സ്. എത്ര 1000? ഡാഷ് തൗസൻഡ്സ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് 1000 കഴിഞ്ഞിട്ട് ഒരു വരയിട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ എത്ര 1000 ആണെന്ന് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. എത്ര വരും? 100,000 അല്ലേ? അപ്പോൾ നമുക്കവിടെ 100,000 എന്ന് എഴുതാൻ പറ്റും. ഇനി ഹൗ മെനി 10,000? എത്ര 10,000 വരുന്നത്? അപ്പോൾ ഇവിടെ അതുപോലെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10 അല്ലേ? സോ ഇറ്റ് ഈസ് 10,000. ദെൻ ലാക്ക്. എത്ര ലാക്കാന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ടൊന്ന് വര കൊടുക്കുക. അപ്പോൾ എത്ര ലാക്കാന്ന് കിട്ടും നമുക്ക് അല്ലേ? എത്ര വരും? ഇറ്റ് ഈസ് 1 lakh. അപ്പോൾ ശരിക്കും നമ്മൾ ഓർഡർ നോക്കുവാണെങ്കിൽ എന്താ വന്നേക്കുന്നത്? ഒന്ന് 1 lakh, 10,000, 1, 10, 100, 1000, 10,000, 1 lakh. തിരിച്ച് നമ്മളതുപോലെ കുറഞ്ഞാണ് വരുന്നത്. 1 lakh, 10,000, 1000, 100, 10, 1. അപ്പോൾ ബാക്കിയുള്ള ഇതുപോലെ നമ്പേഴ്സായിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ടീച്ചർ ഇതുപോലെ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു വര ഇട്ട് കൊടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ തന്നെ വേറൊരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് ഇറ്റ് ഈസ് 10 lakh. 10 lakhൻ്റെ നമ്മളിതുപോലെ കംപ്ലീറ്റ് ചെയ്യാനാണ്
അപ്പോൾ നോക്കുക ഡാഷ് വൺസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ വൺസ് കഴിഞ്ഞിട്ട് ഒരു വര ഇട്ട് കൊടുക്കുക. വൺസ് കഴിഞ്ഞിട്ട് വര ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇറ്റ് ഈസ് 10 lakh വൺസ്. 10 lakh വൺസ് എന്ന് കിട്ടും. സോ നമുക്കവിടെ എന്ത് കൊടുക്കാം? ഇറ്റ് ഈസ് 10 lakh വൺസ്. ഓക്കെ, അടുത്ത് നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താ? ഹൗ മെനി ടെൻസ് അല്ലേ? ഇപ്പോൾ ടെൻസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരയ്ക്കുക. അപ്പോൾ നോക്കി എത്ര വരുന്നുണ്ട്? ഇറ്റ് ഈസ് 1 lakh ടെൻസ് അല്ലേ? 1 lakh ടെൻസ് ആണ് വരുന്നത്. സോ നമുക്കവിടെ 1 lakh എന്ന് എഴുതാം. ഇറ്റ് ഈസ് 1 lakh ടെൻസ്. ഓക്കെ, ഹൗ മെനി ഹൺഡ്രഡ്സ്? അടുത്ത ചോദ്യം ഏതാണ്? ഹൗ മെനി ഹൺഡ്രഡ്. സോ നമ്മൾ 100 കഴിഞ്ഞിട്ട് ഒരു വരയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കി എത്ര വരുന്നുണ്ട്? ഇറ്റ് ഈസ് 10,000 100. 10,000 100. സോ നമ്മളവിടെ എന്ത് കൊടുക്കുക? ഇറ്റ് ഈസ് 10,000 100 എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്തതിൽ നമ്മൾക്ക് ഡാഷ് 1000 അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ നമുക്കറിയാം അടുത്ത എന്താ വരും? നമ്മൾ ഇത്രയും നേരം ചെയ്തതനുസരിച്ച് നമുക്കറിയാം അടുത്തത് 1000 വരേണ്ടത് അല്ലേ? സോ ഹൗ മെനി 1000? ഇറ്റ് ഈസ് 1000 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മൾ അടുത്ത കോളത്തിൽ എന്താ എഴുതണ്ടേ? ഇറ്റ് ഈസ് 1000 thousands. ഓക്കെ, അടുത്ത എന്തായിരിക്കും വരുന്നത്? ഇറ്റ് ഈസ് 10,000 അല്ലേ? അപ്പോൾ 10,000ന് ശേഷം വരയ്ക്കുക. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് കിട്ടും? 100 10,000 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ അടുത്ത കോളത്തിൽ നമ്മൾ എന്താ എഴുതണ്ടേ? 100 10,000. ഓക്കെ, അടുത്ത എന്ത് വരും? ഇറ്റ് ഈസ് ലാക്ക്. ഹൗ മെനി ലാക്സ്? 10 lakh. സോ നമ്മൾ അടുത്ത കോളത്തിൽ 10 lakh എന്ന് കൊടുക്കുക. ഇനി മിച്ചമുള്ള എന്താ? 10 lakh അല്ലേ? ഹൗ മെനി 10 lakhs? It is 1 10 lakhs. It is 1 10 lakhs. അപ്പോൾ ഇവിടെ ലാക്സ് എന്ന് എഴുതണേ. ഇവിടെ 1000 എന്നുണ്ട്, ദെൻ ഇവിടെ ലാക്സ്, ദെൻ 1 10 lakhs. എസും കൂടെ ചേർത്ത് എഴുതണം. ഇനി പേജ് 12 ഒരു ചോദ്യമാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം 1 lakh 10,000 അതാണ് പറഞ്ഞത്. ഇപ്പം വേറൊരു നമ്പർ തന്നിട്ട് അതിനെ ഡിഫറെൻറ്റ് ഫോംസിൽ എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഇതാണ്: സി ഹൗ 85,492 ഈസ് റിട്ടേൺ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. 85,492നെ പല രീതിയിൽ നമ്മൾ എഴുതിയേക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ബോക്സ് കംപ്ലീറ്റ് നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടണം. അപ്പോൾ ഈ ബോക്സ് നമ്മൾ കംപ്ലീറ്റ് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടണം. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബോക്സ് ആദ്യം ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് ഈ ടേബിൾ ഉപയോഗിച്ച് നമ്മൾ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർക്കുക. ഇപ്പോൾ ഇവിടെ ആദ്യത്തെ അത് തന്നിട്ടുണ്ട്. അതായത് 854 hundreds, 9 tens, 2 ones എന്നുള്ള അതിൻ്റെ ഉത്തരം തന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ ഉത്തരം എഴുതിയേക്കുന്നതനുസരിച്ച് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്ന 85,492 കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. 854 hundreds എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 854 into 100. അത്രയും 100 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഉത്തരം എന്താ? 85,400. ഇതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. ഇനി 9 tens എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 into 10. 9 tens എന്ന് പറഞ്ഞാൽ 9 പത്തുകളുണ്ട്, 9 tens ഉണ്ട്. സോ 9 into 10. സോ നമുക്ക് കിട്ടുന്ന ഉത്തരം 90. ഇനി 2 ones എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 2 into 1 ഇറ്റ് ഈസ് 2. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കുക. നമ്മൾ ആഡ് ചെയ്യുമ്പം നമുക്കിവിടെ കിട്ടുന്നത് is 2, 9, 4, 5, then 8. സോ നമുക്ക് സെയിം ഉത്തരം തന്നെ 85,492 എന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഓരോ ബോക്സും കംപ്ലീറ്റ് ഫില്ല് ചെയ്യുമ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്: നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോൾ ഇത് കിട്ടണം. അപ്പോൾ ഇവിടെ നേരത്തെ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഈ ബോക്സ് ഉപയോഗിച്ച് ഈ പ്ലേസ് വാല്യൂ ടേബിൾ ഉപയോഗിച്ചാണ് ടീച്ചർ ഇപ്പോൾ ഇത് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ബോക്സ് നോക്കുക. ആദ്യത്തെ ബോക്സ് നമ്മൾ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ നോക്കുക എന്തൊക്കെയാണ് നമുക്ക് തന്നേക്കുന്നത്: വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10,000. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വരയിടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം വൺസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ വൺസ് കഴിഞ്ഞിട്ട് ഒരു ലൈൻ ഇടുക. ദെൻ ടെൻസ് കഴിഞ്ഞിട്ട് നമ്മളൊരു വരയിട്ട് കൊടുക്കുക. ദെൻ ഹൺഡ്രഡ്സ് കഴിഞ്ഞിട്ട് ഒരു വരയിട്ട് കൊടുക്കുക. ദെൻ തൗസൻഡ്സ് കഴിഞ്ഞിട്ട് ഒരു വരയിട്ട് കൊടുക്കുക. ദെൻ 10,000. ഇതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞതാണ്. ഇങ്ങനെ ഇതുപോലെ പ്ലേസ് വാല്യൂ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇച്ചിരി എളുപ്പത്തിന് വേണ്ടി പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നോക്കിയേ എത്ര വൺസ് ഉണ്ട്? ഇറ്റ് ഈസ് ഓൺലി 2. സോ നമുക്കിവിടെ എന്ത് എഴുതിയാൽ മതി? 2 ones. Then how many tens? It is 9. So it is 9 tens. Then how many hundreds? 4. So നമ്മൾ 4 എന്ന് കൊടുക്കുക. Then how many thousands?
It is 5. Then how many 10,000? It is 8. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അവിടെ അതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത എന്താ വന്നേക്കുന്നത്? അടുത്ത കോളത്തിൽ നോക്കിക്കേ. അടുത്ത കോളത്തിൽ എന്തൊക്കെയാണ് വന്നേക്കുന്നത്? വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് അത്രേ വന്നിട്ടുള്ളൂ. സോ നമ്മൾ വൺസിൻ്റെ ഇവിടെ വരച്ചു, ദെൻ ടെൻസിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മളൊന്ന് നോക്കി, ദെൻ ഹൺഡ്രഡിൻ്റെ ഇവിടെ വന്നു, ദെൻ തൗസൻഡ്, ഇത്രേ ഉള്ളൂ. സോ ഇനി നമുക്ക് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതാം. ഹൗ മെനി വൺസ്? ഇറ്റ് ഈസ് 2 ones. ഹൗ മെനി ടെൻസ്? ഇറ്റ് ഈസ് 9. ഹൗ മെനി ഹൺഡ്രഡ്സ്? ഇറ്റ് ഈസ് 4. ദെൻ ഹൗ മെനി തൗസൻഡ്സ്? ഇറ്റ് ഈസ് 85,000. അത് ഒരുമിച്ച് എഴുതുക, കാരണം നമ്മളിപ്പുറത്ത് വരെയൊന്നും വരച്ചിട്ടില്ല. സോ നമ്മൾ എന്ത് എഴുതണം? ഇറ്റ് ഈസ് 85,000. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഒരു ബോക്സും കൂടെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി എത്ര ടെൻസ് ആണ് എത്ര വൺസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒന്നെങ്കിൽ നമ്മൾ ഇതുപോലെ ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ വൺസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു, ദെൻ ടെൻസ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരെണ്ണം നോക്കി. ഓക്കെ, ഇപ്പം നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഹൗ മെനി വൺസ്? ഇറ്റ് ഈസ് 2 ones. ആൻഡ് ഹൗ മെനി ടെൻസ്? ഇറ്റ് ഈസ് 8,549 ടെൻസ്. അപ്പം 8,549 ടെൻസ്, 2 ones. അപ്പോൾ നമുക്കിതുപോലെ ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പേജ് 12 അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ നമ്പേഴ്സ്. ഇവിടെ നമുക്ക് നടുക്ക് എത്ര നമ്പർ വന്നേക്കുന്നതെന്ന് തന്നിട്ടില്ല. പിന്നെ നമ്മൾ ഈ ബോക്സ് എല്ലാം ഫില്ല് ചെയ്യണം. അപ്പോൾ ഒരു ബോക്സ് കംപ്ലീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ തന്നേക്കുന്നത് ഇറ്റ് ഈസ് 6 ones, 3 tens, 48 hundreds, ദെൻ 2 10,000, 3 lakh. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ടേബിൾ നോക്കുവാണെങ്കിൽ നമുക്കിതുപോലെ ഒരു ടേബിൾ, അതായത് നമ്മുടെ പ്ലേസ് വാല്യൂ ടേബിൾ 1s, 10s, 100, 1000, 10,000, lakh എന്ന് എഴുതുക. എന്നിട്ട് നമ്മുടെ ഈ തന്നേക്കുന്ന നമ്പേഴ്സ് അതിനകത്ത് ഓരോന്നായിട്ട് നമുക്ക് ആദ്യം എഴുതാം. അപ്പോൾ ഹൗ മെനി വൺസ്? ഇറ്റ് ഈസ് 6 ones. സോ നമ്മൾ ഇവിടെയായിട്ട് 6 കൊടുക്കുക. ദെൻ 3 tens. സോ നമ്മളിവിടെ 3 കൊടുക്കുക. ദെൻ 48 hundreds, ദെൻ 10,000, 2 10,000 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 48 hundreds ഉള്ളതുകൊണ്ട് 4 ഇവിടെയും 8 ഇവിടെയായിട്ട് കൊടുക്കുക. ദെൻ 2 10,000s, ദെൻ 3 lakh. അപ്പോൾ നമ്മുടെ നമ്പർ ഇതാണ്, 3,24,836. ഓക്കെ, ഇപ്പം നമുക്കിവിടെ നമ്പർ ഇവിടെ ആദ്യം അത് എഴുതാം അല്ലേ? എന്താ വരുന്നത്? നമ്പർ എത്രയാണ് വരുന്നത്? ഇറ്റ് ഈസ് 3,24,836. നടുക്ക് നമ്മൾ എഴുതുന്ന നമ്പർ 3,24,836. ഓക്കെ, ഇനി ഈ ബോക്സ് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ അതിൽ നോക്കി ആദ്യം വൺസ്, ടെൻസ്, 10,000, ദെൻ ലാക്ക് അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെയാണെങ്കിൽ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. വൺസ്, ദെൻ ടെൻസ്, ദെൻ 10,000 ആണ് പിന്നെ വന്നേക്കുന്നത്. സോ നമ്മൾ 10,000 കഴിഞ്ഞിട്ട് വേണം അത് വരയ്ക്കാൻ. ദെൻ ലാക്ക്. ഓക്കെ, അപ്പോൾ ഇനി നോക്കിക്കേ. ഹൗ മെനി വൺസ്? ഇറ്റ് ഈസ് 6 ones. അപ്പോൾ നമുക്കിവിടെ എത്ര എഴുതാം? ഇറ്റ് ഈസ് 6. ദെൻ ഹൗ മെനി ടെൻസ്? 483. 2 വരയുടെ ഇടയ്ക്കുള്ള നോക്കുക. ഇറ്റ് ഈസ് 483. സോ നമ്മളിവിടെ എഴുതുമ്പം 483 ടെൻസ് എന്ന് വേണം എഴുതാനായിട്ട്. സോ ഹൗ മെനി ടെൻസ്? ഇറ്റ് ഈസ് 483 ടെൻസ്. ദെൻ ഹൗ മെനി 10,000s? 2 10,000s, ദെൻ 3 lakh. ഇങ്ങനെ എഴുതാൻ പറ്റും. അടുത്ത ബോക്സിൽ എന്താ? ഡാഷ് ടെൻസ്, ഡാഷ് വൺസ് അല്ലേ? ഒരു ബോക്സും കൂടി ഉണ്ട്, നമ്മളിത് നോക്കാം ആദ്യം. ഡാഷ് ടെൻസ്, ഡാഷ് വൺസ്. അപ്പം വൺസ് കഴിഞ്ഞിട്ട് ഒരു വര ഇട്ട് കൊടുത്തു, ദെൻ ടെൻസ് കഴിഞ്ഞിട്ട് നമ്മളൊരു വര ഇട്ട് കൊടുത്തു. അപ്പം നോക്കിയേ, ഹൗ മെനി വൺസ്? 6 ones. ആൻഡ് ഹൗ മെനി ടെൻസ്? ഇറ്റ് ഈസ് 32,483 ടെൻസ്. സോ നമ്മളിവിടെ 32,483 എന്ന് ഇവിടെ എഴുതുക. സോ ഇവിടെ വരുന്നത് 32,483 ടെൻസും 6 onesഉം ആണ്. അടുത്ത ബോക്സ് നോക്കിക്ക് എന്തൊക്കെയാണ് തന്നേക്കുന്നത്? വൺസ്, ഹൺഡ്രഡ്സ്, 10,000s, ലാക്ക് അല്ലേ? അപ്പോൾ വൺസിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മളൊരു വര വരച്ചു. ദെൻ ഹൺഡ്രഡ്സ്, 100 ആണ്. സോ 100 കഴിഞ്ഞിട്ട് നമ്മൾ വരയ്ക്കുക. ദെൻ 10,000 കഴിഞ്ഞിട്ട് നമ്മളൊരു വര വരച്ചു. ദെൻ ലാക്ക് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും ഉത്തരം അല്ലേ? അപ്പോൾ എത്ര വൺസ് ഉണ്ട്? ഇറ്റ് ഈസ് 36 ones. ഈ വൺസിൻ്റെ ഇവിടെ വന്നേക്കുന്ന, ഇവിടെ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് വന്നേക്കുന്ന ഇറ്റ് ഈസ് ഒരുമിച്ച് നമ്മൾ പറയണം. അപ്പോൾ 36 ones. സോ നമ്മളിവിടെ 36 എന്ന് കൊടുത്തു. ദെൻ ഹൗ മെനി ഹൺഡ്രഡ്സ്? ഇറ്റ് ഈസ് 48. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ വരയൊന്നുമില്ല. സോ ഇറ്റ് ഈസ് 48 എന്ന് ഒരുമിച്ച് എടുക്കുക. സോ ഇവിടെ നമ്മൾ എഴുതും 48 hundreds. ദെൻ ഹൗ മെനി 10,000? ഇറ്റ് ഈസ് 2 10,000s. ദെൻ ഹൗ മെനി ലാക്ക്? ഇറ്റ് ഈസ് 3 lakh. അപ്പം ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പേജിൽ തന്നെ നമുക്ക് വേറൊരു ചോദ്യം തന്നിട്ടുണ്ട്. അതായത് ഇതായിരുന്നു, റൈറ്റ് 1,36,749 ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. പല ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിതുപോലെ ഒന്ന് വരയ്ക്കാം.
ഇതുപോലെ ഒന്ന് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ബോക്സ് നേരത്തെ ഫില്ല് ചെയ്തതുപോലെ തന്നെ ഫില്ല് ചെയ്ത് നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ തന്നേക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് 1,36,749. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബോക്സിൽ ഫില്ല് ചെയ്യാം. 1,36,749. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ കോളം ഫില്ല് ചെയ്യാം. അപ്പോൾ വൺസ്, ഹൺഡ്രഡ്സ്, 10,000s, ലാക്ക്. അപ്പോൾ നമ്മൾ വൺസിൻ്റെ അവിടെയായിട്ട് ഒരു വര വരച്ചു. ദെൻ ഹൺഡ്രഡ്സ് ആണ്, സോ നമ്മൾ 100 കഴിഞ്ഞിട്ട് ഒരു വര വരച്ചു. ദെൻ 10,000 ആണ്, സോ 10,000 കഴിഞ്ഞിട്ട് നമ്മളൊരു വര വരയ്ക്കുക. ദെൻ ലാക്ക്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പം ഉത്തരം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എത്ര വൺസ് ഉണ്ട്? നമുക്ക് 49 വൺസ്. കാരണം 100 കഴിഞ്ഞ് ടെൻസിന് ഇപ്പുറത്ത് നമ്മൾ വരയൊന്നും വരച്ചിട്ടില്ല. സോ ഇത് ഒരുമിച്ച് എഴുതുക. സോ നമുക്കിവിടെ 49 വൺസ് എന്ന് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് 49 വൺസ്. ദെൻ ഹൗ മെനി ഹൺഡ്രഡ്സ്? ഇറ്റ് ഈസ് 67 ഹൺഡ്രഡ്സ്. സോ ഇറ്റ് ഈസ് 67 ഹൺഡ്രഡ്സ്. ദെൻ ഹൗ മെനി 10,000? ഇറ്റ് ഈസ് 3 10,000. ദെൻ ലാക്ക് 1 ലാക്ക്. ഓക്കെ, നമുക്കിനി ഈ ബോക്സ് ഫില്ല് ചെയ്യാം. നോക്കിയേ, വൺസ്, ടെൻസ്, 10,000, ലാക്ക്. അപ്പോൾ നമ്മൾ വൺസ് കഴിഞ്ഞിട്ട് ഒരു വര വരച്ചു. ദെൻ ടെൻസ് കഴിഞ്ഞിട്ട് ഒരു വര വരയ്ക്കുക. ദെൻ 10,000 കഴിഞ്ഞിട്ട് ഒരെണ്ണം വരച്ചു. ദെൻ ലാക്ക് കഴിഞ്ഞിട്ട് വരയ്ക്കുക. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. എത്ര ടെൻസ് ഉണ്ട്? ഹൗ മെനി ടെൻസ്? ഇറ്റ് ഈസ് 9 വൺസ്. ദെൻ ഹൗ മെനി ടെൻസ്? ഇറ്റ് ഈസ് 674 ടെൻസ്. അത് ഒരുമിച്ച് പറയണം. സോ ഇറ്റ് ഈസ് 674 ടെൻസ്. Then how many 10,000? It is 3 10,000. And how many lakh? It is 1 lakh. അപ്പോൾ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ബോക്സ് നോക്കുക. അതിൽ വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, 10,000s, ലാക്ക് ഇത്രയുമാണ് തന്നേക്കുന്നത്. സോ നമ്മൾ വൺസ് കഴിഞ്ഞിട്ട് ഒരു വര വരച്ചു. ദെൻ ടെൻസ് കഴിഞ്ഞിട്ട്, ദെൻ അഗെയിൻ ഹൺഡ്രഡ്സ് കഴിഞ്ഞിട്ട്, ദെൻ 10,000s ആൻഡ് ലാക്ക്. ഓക്കെ, ഹൗ മെനി വൺസ്? ഇറ്റ് ഈസ് 9 വൺസ്. സോ നമ്മളിവിടെ 9 കൊടുക്കുക. ദെൻ ഹൗ മെനി ടെൻസ്? ഇറ്റ് ഈസ് 4 ടെൻസ്. ദെൻ ഹൗ മെനി ഹൺഡ്രഡ്സ്? നമ്മൾ ഒരുമിച്ച് എടുക്കുക. 67 ഹൺഡ്രഡ്സ്. സോ ഇറ്റ് ഈസ് 67 ഹൺഡ്രഡ്സ്. ദെൻ ഹൗ മെനി 10,000? ഇറ്റ് ഈസ് 3 10,000s. ദെൻ ഹൗ മെനി ലാക്ക്? ഇറ്റ് ഈസ് 1 ലാക്ക്. സോ നമ്മുടെ 1,36,749 ഇങ്ങനെ എഴുതാം. അടുത്ത ബോക്സിൽ നമുക്ക് തന്നേക്കുന്ന വൺസും ടെൻസുമാണ്. സോ നമ്മൾ വൺസ് കഴിഞ്ഞിട്ട് ഒരു വര വരച്ചു. ദെൻ ടെൻസ് കഴിഞ്ഞിട്ട് ഒരു വര വരയ്ക്കുക. ഓക്കെ, ഹൗ മെനി വൺസ്? ഇറ്റ് ഈസ് 9 വൺസ്. ആൻഡ് ഹൗ മെനി ടെൻസ്? ഇറ്റ് ഈസ് 13,674 ടെൻസ്. സോ നമ്മളിവിടെ എന്തെഴുതണം? 13,674 ടെൻസ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബോക്സ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചോദ്യത്തിൽ നമ്മൾ പല രീതിയിൽ, അതായത് 1,36,749 എന്നുള്ളതിനെ നമ്മൾ പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഇതുപോലെ പല നമ്പേഴ്സ് എടുത്തിട്ട് തന്നെത്താനെ ചെയ്ത് നോക്കുക. തന്നെത്താനെ ചെയ്ത് നോക്കുമ്പം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമുക്ക് ഇച്ചിരിയും കൂടെ എളുപ്പമൊന്ന് ചെയ്യാൻ പറ്റും. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.